വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. കനത്ത മഴയിൽ വെങ്ങാട് നഗറിലെ സംരക്ഷണ ഭിത്തി തകർന്നു. ആദിവാസി കുടുംബങ്ങൾ ആശങ്കയിൽ. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ വെങ്ങാട് നഗറിലെ സിന്ധുവിന്റെ വീടിന്റെ പിൻഭാഗത്തെ സംരക്ഷണ ഭിത്തിയാണ് തകർന്നു വീണത്. 4 ആദിവാസി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇതിൽ 3 വീടുകൾ കാലപ്പഴക്കം കൊണ്ട് ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. 10 സെന്റ് സ്ഥലത്താണ് 4 വീടുകളും ഒരു പശുത്തൊഴുത്തുമുള്ളത്. ഒന്ന് നിന്നു തിരിയാൻ പോലും സ്ഥലമില്ല. സിന്ധുവിന്റെ മകളും ITDP പ്രൊമോട്ടറുമായ സുനിത പറയുന്നത് ഒന്ന് കേട്ടാൽ മതി ഇവരുടെ ദുരിത ജീവിതത്തിന്റെ നേർക്കാഴ്ച മനസ്സിലാക്കാൻ. 9 മാസം ഗർഭിണി കൂടിയായ സുനിത വലിയ ആശങ്കയിലാണ്. ഇന്നലെ രാത്രി ഞങ്ങള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരോർക്ക് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോഴാണ് ഞങ്ങൾ പെട്ടെന്ന് ഞെട്ടി എണീറ്റപ്പോൾ മതിലാകെ വീടിന്റെ ബേക്കത്തെ മതിലാകെ ഇങ്ങോട്ട് വീടിനോട് ചേർന്ന് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു നല്ല സൗണ്ടിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ ആകെ ബുദ്ധിമുട്ടിലാണ്. കാരണം ഇന്നൊരു രാത്രി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്കി മതിലും കൂടെ അങ്ങോട്ട് പോരും വീടിൻ്റെ മേലേക്ക്, വീടിൻ്റെ അടുത്തേക്ക്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും പേടിയാണ്. ആകെ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കണത് തന്നെ. വീടുമില്ല, ഒന്നുമില്ല. പിന്നെ അതുമല്ല എന്താ കഴിഞ്ഞ വീട് ലൈഫിന് അപേക്ഷ വെച്ചപ്പോൾ ഞങ്ങൾ വിഒക്ക് അന്ന് ഈ വീട് നല്ലോണം ചോർന്നുണ്ടായിരുന്നു. അന്ന് വിഒക്ക് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഈ വീടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുത്തു. വിഒനെ നേരിട്ട് കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോഴും വിഒ പറഞ്ഞത് ഞങ്ങളോട് എന്താ റിപ്പയറിങ്ങിന് കൊടുത്താൽ മതി. പക്ഷേ റിപ്പയറിങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ വീട് കിട്ടാൻ ഭയങ്കര താമസം എടുക്കും. പുതിയൊരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ 6-7 ആൾക്കാരോളം ഉണ്ട് ഈ വീട്ടിൽ. കാലപ്പഴക്കം ചെന്ന ചെറിയ വീട്ടിൽ 7 അംഗങ്ങളാണുള്ളത്. അതിനാൽ എല്ലാവർക്കും കൂടി കിടക്കാൻ പോലും സ്ഥലമില്ല. അതിനാൽ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് താൽക്കാലികമായി കെട്ടിയ ഷെഡിലാണ് സുനിതയും ഭർത്താവ് പ്രഭുവും കിടക്കുന്നത്. ഇവിടെയും മഴ പെയ്താൽ സ്ഥിതി മോശമാകും. തേക്കുമരങ്ങളും പ്ലാവുകളും ഉള്ളതിനാൽ പ്ലാസ്റ്റിക് ഷെഡിന് മുകളിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. മഴയെ തുടർന്ന് പ്ലാസ്റ്റിക് ഷെഡിൽ നിന്നും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് വീടിന് പുറകുവശത്തെ സംരക്ഷണ ഭിത്തി തകർന്നു വീണത്. ഇനി മഴ പെയ്താൽ സംരക്ഷണ ഭിത്തിയുടെ ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ചാലിയാർ പഞ്ചായത്ത് വിഇഒയെ സ്ഥലത്ത് കൊണ്ടുവന്ന വീടിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മഴ പെയ്യുമ്പോൾ വീടുകൾക്കുള്ളിൽ കുടചൂടി നിൽക്കേണ്ട അവസ്ഥയിലാണെന്ന് നഗറിലെ അയ്യ എന്ന വയോധിക പറയുന്നു. പേരൊക്കെ ചോരാണ്. ഞങ്ങളെ തൊയ്ത്തും ഒരു ഭാഗത്ത് പോയി. പിന്നെ ഞങ്ങൾക്ക് പേരിൻ്റെ ഉള്ളൊക്കെ ചോർന്നിട്ട് കൊടയും ചൂടി നിൽക്കേണ്ട സമയം അയക്കണ്. അപ്പോൾ സ്ഥലമാണ് വെച്ച് രേസം സ്ഥലമുള്ളൂ. ആ സ്ഥലത്താണ് ഞങ്ങൾക്ക് 2 കൂട്ടർ ഞങ്ങൾ ഈ പേരിൽ നിൽക്കുന്നത്. ഞങ്ങളെ കുട്ടികൾക്ക് കുട്ടികൾക്ക് നിൽക്കാനുള്ള സ്ഥലമല്ല, ഞങ്ങൾക്ക് നിൽക്കാനുള്ള സ്ഥലം ഒരു ദേശം സ്ഥലമുള്ളൂ. ആ സ്ഥലത്താണ് പേരെ ഇങ്ങനെ ചോർന്ന് നിൽക്കുന്നത്. പഞ്ചായത്ത് ഓഫീസ് കയറിയിറങ്ങിയിട്ടും ഒരു ഫലവുമില്ലെന്ന് നഗറിലെ ബാലനും പറയുന്നു. ഞങ്ങളെ പഞ്ചായത്തിൽ 2-3 വട്ടം ഞങ്ങളെ തൊഴിലുറപ്പം മുടക്കി ഞങ്ങൾ ഒരു വീടിക്ക് വേണ്ടി എഴുതി കൊടുത്തു, ഒരു തൊയ്ത്തിന് വേണ്ടി എഴുതി കൊടുത്തു. അതൊന്നും പഞ്ചായത്തിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു വീട് വേണം, ഒരു തൊയ്ത്ത് വേണം. അത് അധികാരികൾ സഹായിച്ചു തരണം എന്ന് പറഞ്ഞു. പട്ടികവർഗക്ഷേമത്തിന് ഒരു മന്ത്രിയും ചെലവഴിക്കാൻ ഫണ്ടുമുള്ളപ്പോഴാണ് 9 മാസം ഗർഭിണിയായ യുവതി ഉൾപ്പെടെ പ്രാണഭീതിയിൽ കാലപ്പഴക്കം ചെന്ന പൊട്ടിപ്പൊളിഞ്ഞ വീടുകളിൽ ഇവർ കഴിയുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.